ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയ വീഡിയോ ആണ് കേട്ടോ. ഡിമാർട്ടിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയതാണ്, പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ നമ്മൾ പെറുക്കിയെടുക്കും. അപ്പം നല്ലൊരു ബില്ലൊക്കെ വരും. മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു. വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. കാരണം ഒരു ഭാര്യ അവരുടെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ്, സുഖമില്ലാതെ കിടക്കുന്നതാണ്, എന്തോ ആക്സിഡൻറ്റ് പറ്റിയതാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ആ ഭർത്താവിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നു, കഷ്ടം. അത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഭാഗ്യവതികളാണെന്ന്, അങ്ങനെ ഒരു ദുഃഖങ്ങളും രോഗങ്ങളൊന്നും അലട്ടാത്തവരെത്ര ഭാഗ്യവതികളാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു സ്ത്രീയായിട്ട് അവരെത്ര ദുഃഖം അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഭർത്താവ് ഫുൾ ബെഡിലാണ്, ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് ചാനൽ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ മലയാളത്തിലും ഉണ്ട്. ഭാര്യയ്ക്ക് സുഖമില്ലാതെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്നവരും, അങ്ങനെ എത്ര ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് അങ്ങനെ. പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ സ്വയം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയണം എപ്പോഴും. നമ്മൾ ദുഃഖമൊന്നും അനുഭവിക്കാതെ, അത്തരം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം കുഞ്ഞൊരു മനസ്സിനൊരു വിഷമം തട്ടിയപ്പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുന്ന മനുഷ്യരെത്രയോ പേരുണ്ട് ഈ ഭൂമിയിൽ. അതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും മനസ്സിന് വിഷമം തോന്നാറുണ്ട്. അതുപോലൊക്കെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഞാൻ ഒരുപാട് കരയാറുണ്ട്. ചില വീഡിയോകളിലൊക്കെ അമ്മമാർ നോക്കാത്ത മക്കളുണ്ട്, ഉപദ്രവിക്കുന്ന മക്കൾ കണ്ടിട്ടുണ്ട്. തിരിച്ചും മക്കൾക്കും അങ്ങനെ അനുഭവം ഉള്ളതുണ്ട്. അച്ഛനമ്മമാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മക്കളുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമ്മളൊക്കെ എത്ര നല്ല രീതിയിൽ ജീവിക്കുന്നെന്ന് ചിന്തിക്കാറുണ്ട്. ചില സമയത്തൊക്കെ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിഷമം തോന്നാറില്ല. അതെനിക്കില്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ, അത് വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പം അതിനേക്കാട്ടിലും ദുഃഖം അനുഭവിക്കുന്ന എത്രയെത്ര മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്ന് കാണുമ്പോൾ നമ്മളുടെയൊക്കെ ചിന്തകളും വിഷമങ്ങളും എല്ലാം വെറും നിസ്സാരമാണെന്ന് ചിലപ്പം തോന്നിപ്പോകാറുണ്ട്. ചിലപ്പം തോന്നാറുണ്ട്, ദൈവം എന്തിനാണ് ഇതുപോലൊക്കെയുള്ള മനുഷ്യർക്ക് ഇത്രയും ദുഃഖം കൊടുക്കുന്നതെന്ന്. ഇത്രയും ദുഃഖം കൊടുക്കാൻ അവരെന്ത് പാപം ചെയ്തതാണ്? പാപം ചെയ്യുന്നത് കൊണ്ടാണ് ചിലർക്കൊക്കെ ഈ ഭൂമിയിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും ദുഃഖം കൊടുക്കാവോ ദൈവം എന്ന് ചിലപ്പം ചിന്തിക്കാറുണ്ട്. ഞാനിങ്ങനെ ദുഃഖം കാണുമ്പോഴുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, അവരുടെ അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വിഷമമില്ലാതെ ജീവിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ വീഡിയോയും അല്ല നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ എന്നായിരിക്കും ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത്? ഏത് രീതിയിലായിരിക്കും ഇവർക്ക് ദൈവം സന്തോഷം കൊടുക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായാലും എപ്പോഴും ഈ മനുഷ്യർക്ക് എന്നും കഷ്ടപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരത്തില്ലല്ലോ. എന്നെങ്കിലും ഈ ദുഃഖത്തിനൊരു സുഖവും ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവർക്ക് എന്നായാലും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ അവർക്ക് സന്തോഷിക്കാനുള്ള വക ദൈവം കൊടുക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ഇവർ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്നത് കാരണം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് സന്തോഷം വരുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചില സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവർക്ക് നല്ല ജോലി കിട്ടി, മക്കൾക്കൊക്കെ ജോലി കിട്ടി, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവരൊരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഇനി അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് ഒരു നിമിഷം. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കണം, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മളും ദുഃഖിക്കണം. പക്ഷേ ദുഃഖം കാണുമ്പോൾ നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് വരുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തായാലും എനിക്ക് അങ്ങനെയുള്ള മറ്റുള്ള ദുഃഖം കാണുമ്പം ഞാൻ ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരു നിമിഷത്തേക്കെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ ഐറ്റംസൊക്കെ കാണിച്ചു വീഡിയോയിൽ. അത് അവിടെ നിന്ന് വാങ്ങിയ സാധനമായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രൈ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റൊന്നും ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. 2 ഐറ്റംസ് വാങ്ങിയിരുന്നു. ഈ ഒരെണ്ണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മറ്റേത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം.